പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ബിഗോണിയ ചെടിയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. മറ്റു കുറച്ച് ചെടികളെ പറ്റിയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഈ ബിഗോണിയ ചെടി നമ്മൾ തണലിലാണ് വെക്കുന്നത് കേട്ടോ. വെയിൽ കൊള്ളാൻ തീരെ ഇഷ്ടപ്പെടാത്ത ചെടികളാണ് ഈ ബിഗോണിയ ചെടികൾ. നമ്മൾ വെയിലത്തും കുറച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഈ തണലിൽ വെച്ചിട്ടാണ്. ഇത് വെയിലത്ത് വെച്ച് നമ്മളതിൻ്റെ ഇലയൊക്കെ എത്ര ചെറുതാണ് കേട്ടോ. പക്ഷേ നമ്മൾ തണലത്ത് ഇത് ആക്കുമ്പോൾ അത് വലിയ ഇല ഉണ്ടോ. വലിയ ഇല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എത്ര വലുപ്പമുണ്ട്, ഒരു കയ്യിൻ്റെ വലുപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല വളർച്ചയാണ് കേട്ടോ. നമ്മൾ വലിയൊരു കെയറിങ് ഒന്നും വേണ്ട. എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന ഒരു കെയറിങ്ങാണ് ഇതിനും കൊടുക്കുന്നത്. പിന്നെ ബിഗോണിയ വർഗത്തിൽപ്പെട്ട തന്നെ വേറെ ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇത് എപ്പോഴും പൂവാണ് ഉള്ളത്. ഇത് തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ഇലകളാണ്. ഇത് ഇത്രയൊന്നും വലുപ്പമുള്ള ഇല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നല്ല ഷാറിലുണ്ടാവണുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു വകഭേദമാണിത്. ഇതിൻ്റെയും പേരറിയില്ല. ഈ ഭാഗത്തൊക്കെ നമ്മൾ തണലത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ല ഗ്രീൻ കളറാണ് കേട്ടോ. ഈ ചെടികളൊക്കെ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി ഉള്ള കളറ്, നല്ല പച്ച കളറായിട്ട് ഇത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ചേമ്പുണ്ട്. ഈ ചേമ്പുമ്മ ഒരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ചേമ്പിൻ്റെ പൂവ് നല്ല കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അത് അടിയിൽ തൈകളും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ തൈ ഇപ്പോൾ എങ്ങനെയാണ് തൈ വരുന്നതെന്നൊന്നും അറിയണില്ല. അതിനിപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഓരോന്ന്. അത് വിത്തുന്നാണോ എന്നും അറിയില്ല. ഇനിയിപ്പോൾ പറിച്ച് നോക്കിയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു രൂപം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല. നമുക്ക് പേരറിയാത്ത ചെടികളാണത് കൂടുതലുള്ളത് കേട്ടോ. ഈ പേരൊക്കെ ഒന്ന് പഠിക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഈ ചെടികളെ പറ്റിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇതൊരു നല്ല വലുതാണ് ഒരു സൈസാണ് കേട്ടോ. ഒരു ചെടിയാണിത്. നമുക്ക് വലിയൊരു നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീണ്ടു പോയിക്കോളും. ഒരു ശല്യമില്ലാതെ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണ്ടിയില്ലേ ഇത് അഗ്ലോണിമ വെച്ചതാണ്. അഗ്ലോണിമൻ്റെ ഒരുപാട് തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറുകളും ഉണ്ട്. പിന്നെ ഇത് ഇവിടെ വേറെ പല വെറൈറ്റി കളറും ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കമ്പുകൾ ഇങ്ങനെ നട്ടാലും മതി കേട്ടോ. അതുണ്ടാവാൻ വലിയൊരു കെയറിങ് ഒന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെയൊക്കെ നിറയെ ഇത് വേറൊരു കളറാണ്. ഇതിപ്പോൾ നമുക്ക് വേറൊരു അതിൻ്റെ തന്നെ വെയിലായിട്ട് സെർക്കാൻ പറ്റുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേറെയും കളറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെറിയ കമ്പ് ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളത് വലിയൊരു കെയറൊന്നും കൊടുക്കണ്ട. ഇത് വേണ്ടില്ല. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവണ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ഇത് ഈ ഒരു തൈ ഒരുപാട് തൈകളുണ്ടാവും. ഒരു മാസം കൊണ്ടൊക്കെ 4-5 തൈ കൂടുതൽ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ്. മാർക്കറ്റിൽ വലിയൊരു ഡിമാൻഡും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ചേമ്പ് വർഗത്തിൽ പെട്ട ഒരു ചെടി ഉണ്ട്. ഇത് പിന്നെ ഇങ്ങനെ പുതിയ ഇലകളും തൈകളും വരുന്നുണ്ട് കേട്ടോ. ഒരു തൈയും വരുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്, തൈയൊന്നും വരാതെ. പിന്നെ അതൊരു ലക്കി ബാമ്പുമാണ് കേട്ടോ. അതിൻ്റെ ഒരു കളറ് നമ്മളടുത്തിൻ്റെ പച്ചയുണ്ട്, വെള്ള കളറുണ്ട്, പിന്നെ വെറും പച്ച കളറുണ്ട്. അങ്ങനെ 3 സൈസ് ഉണ്ട് കേട്ടോ. 4 സൈസ്. ഇതിങ്ങനെ ഇതിന്മേൽ പൂവുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ പൂവുണ്ടാകുന്ന ഒരു സൈസ് വേറെ ഉണ്ട്. ഇതിങ്ങനെ ഒരു
ഇലച്ചെടി ഇലയായിട്ട് ഇങ്ങനെ ഒരു പച്ച എപ്പോഴും ഈ ഒരു പച്ചപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ ഫേണ് വർഗത്തിൽ പെട്ടാണ് ഇത് രണ്ടും. നമ്മൾ തൂക്കുചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അത് വേറൊരു ഇലച്ചെടിയാണിത്. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗവും മുൻഭാഗമൊക്കെ ഒരേ കളറിലാണ് ഇതുണ്ടാകുന്നത്. ഇതിന് പൂവുണ്ട് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ മാസമാറി ചെടി ഉണ്ട്. മാസമാറി ഇവിടെ ഒരു 2 കളറാണുള്ളത് കേട്ടോ. നമ്മളടുത്ത് ഒരു 3 കളറുണ്ട്. ആദ്യം ഒരുപാട് കളറുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയി. അതൊക്കെ ഉണങ്ങി കുറേ കഴിഞ്ഞാൽ അതങ്ങോട്ട് നശിച്ച് പോകും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരു വാട്ടം വരുമ്പോൾ തന്നെ നമ്മളൊരു കമ്പെടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ചെടി നമുക്ക് നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഇത് നല്ല രസമുള്ളൊരു ചെടിയുണ്ട്. അതിങ്ങനെ നല്ല ഭംഗിയിൽ ഒന്നായിട്ടൊരു ഉണ്ട പോലെ ഇങ്ങനെ ഒരേ ഷേപ്പിലാണ് ഇതിൻ്റെ ഇല ഉണ്ടാവുക കേട്ടോ. നമ്മൾ വലിയ ചട്ടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ചെയ്തിട്ട് പറഞ്ഞാൽ ഇത് ഈ വലിയ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടായ നല്ലൊരു ഉണ്ട ഷേപ്പിലുണ്ടാവും. അതിപ്പോൾ വേറൊരു ചട്ടി മുടക്കേണ്ട ഒരു കാര്യമില്ല, എന്നാലും നമുക്കിതൊരു നല്ലൊരു ഷേപ്പിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു പപ്പായൻ്റെ തൈ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് അതിന് പറിച്ച് വെക്കും. പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ളത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ റെഡ് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നല്ല ഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി ഇതിൻ്റെ ഇവിടെയും കട്ട് ചെയ്തിട്ട് നമ്മളതൊരു പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരുപാട് തൈകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണിത്. ഇതിന് നമ്മൾ വളം ചെയ്ത് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ കുറച്ച് മണൽ, കുറച്ച് മണ്ണ് ഒക്കെ പാടെ യോജിപ്പിച്ചിട്ടാണ് ഇതുണ്ടായത്. നല്ല ഒരു വളം കൊടുത്തുകൊണ്ട് അത് പെട്ടെന്ന് വളരണം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരു തൈയാക്കി വേറെ ഒരു 4 തൈ കൂടി ആക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇത് വളർത്തിയെടുക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് തൈയിൻ്റേത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഒരുക്കാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ ഇതിന് ഒരു സീസണാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് വേറെ ഇങ്ങനെ പുതിയ നാമ്പുകളിങ്ങനെ വരേണ്ട ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമുക്ക് സീസണിൽ ഫുള്ള് ഇത് നിലനിൽക്കുന്നതാണ് ഞാൻ കരുതിയത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പോട് കൂടി ഇതാണ് ഉണങ്ങി പോകുന്നതെന്ന്. പക്ഷേ അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു റോസാണ് കേട്ടോ. റോസ് ചെറിയ റോസ്, ചെറിയ റോസുകളാണ് കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല, നിറയെ പൂക്കളാദ്യമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നിറയെ പൂക്കളുണ്ടാവും. നമ്മളിപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൂവ് തീരുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തിയാണ് ശരിക്കും വേണ്ടത്. നമ്മളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്മേൽ വേറെ കൊലകളായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലൊരു ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോഴൊക്കെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇലച്ചെടി കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു തൈയല്ല വെച്ചിട്ടുള്ളത്, ഇതിലൊരു 4 കൊമ്പാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ കുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എപ്പോഴും ദൂർന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കാണാൻ ഒരു രസമാണത്. അതിനാണിത് കൂടുതൽ നമുക്കിതിൻ്റെ ഇലക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഇലക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഈ കളർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വളർച്ചൻ്റെ പ്രശ്നം അതിന് വരുന്നില്ല. നമ്മൾ പൂവിടുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഒന്ന് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂവിടാതെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഇലച്ചെടിക്കുള്ളൊരു പ്രാധാന്യം നമ്മൾ എത്ര കുത്തിയാലും അത് നമുക്ക് ഇല ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇത് വലിയ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് 2 കമ്പാണ് ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഇലച്ചെടിയാണിത്. നല്ല ഭംഗി ഉണ്ടാവുന്നത് വലുതായിട്ടോ. നല്ല ഉയർന്ന് പൊങ്ങി ഇങ്ങനെ ഇത് നമ്മൾ പൂച്ചവാലിൻ്റെ ഒക്കെ മാതിരി, പൂച്ചവാല പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പൂച്ചവാല ചെടി ഉണ്ടല്ലോ ഒരു ചുവപ്പ് കളറുള്ള, അതുപോലെയാണ് ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ ഒന്നായിട്ട് നല്ല കളറ്. പല കളറും ഒരു ചെടി വരുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ വയലറ്റ്, നീല, റെഡ്, അങ്ങനെ കറുപ്പ്, പല കളറും ഈ ഒരു ചെടിമേ തന്നെ നമുക്ക് കിട്ടും. ഇത് മുറ്റത്തൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയാണ്. അതാണ് നമ്മൾ വലിയൊരു ചട്ടിയിൽ വെക്കാൻ കാരണം. പിന്നെ ഇത് നല്ല കളറാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ പച്ച നിങ്ങൾ നോക്കണ്ട, അത് പിന്നെ ഞാൻ റെഡ് കളറാക്കി മാറും കേട്ടോ. ഈ ഒരു പച്ച ഇല
നല്ലൊരു റെഡ് കളറായിട്ട് ഇങ്ങനെ മാറും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായിട്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ഒന്ന് ഷെയറും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അത് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ അഗ്ലോണിമ ഉണ്ടാക്കിയിട്ട്, അഗ്ലോണിമ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. അഗ്ലോണിമ അതുപോലെ തന്നെ അവിടെ ഈ പിന്നെ ഇത് അഡീനിയാണ് കേട്ടോ. അഡീനിയൻ പിന്നെ അത് നമ്മൾ ബെഡ് ചെയ്തിട്ട് ഫെയിലായിട്ട് പിന്നെ അത് തെഴുത്തുണ്ടാവുകയാണ് കേട്ടോ. അത് അപ്പോൾ നമ്മളത് ബെഡ് ചെയ്തെന്ന് എഴുതിയിട്ട് ആ തൈ നശിച്ചു പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അത് ബെഡ് ചെയ്ത് പിടിക്കണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ പിന്നെ ഈ പഴയതൊക്കെ നമ്മൾ മാറ്റിയിട്ട് പിന്നെ ഈ ഫംഗിസൈഡ് എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ചെടി നശിച്ച് പോകാതിരിക്കും. ഇവിടെയൊക്കെ അഗ്ലോണിമ, ഇത് അഗ്ലോണിമ അല്ല കേട്ടോ. അത് അഗ്ലോണിമൻ്റെ വേറൊരു പേരൊന്നും അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. പിന്നെ നമുക്കിത് പിന്നെ വലിയ ചട്ടിക്കൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇത് അഗ്ലോണിമ ഉണ്ട്. അഗ്ലോണിമൻ്റെ റെഡ് കളറാണിത് കേട്ടോ. റെഡ് കളർ ഇത് നല്ലൊരു കളറായിട്ടാണിത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല വില പിടിപ്പും ഉണ്ട് അതിന് കേട്ടോ. നല്ല വിലയുള്ളൊരു ചെടിയാണ് ആ റെഡ് കളറ്. അതുപോലെ തന്നെ ഇത് അഗ്ലോണിമ അല്ല, അതിൻ്റെ ഒരു വേറൊരു വകഭേദമാണിത്. അതുപോലെ തന്നെ ഇവിടെ അഗ്ലോണിമ ഇത് ഫുള്ള് നിറയെ അഗ്ലോണിമയാണ് കേട്ടോ. നമ്മൾ ഈ പിന്നെ വെയിൽ കൊള്ളാത്ത സ്ഥലത്തൊക്കെ നമ്മൾ അഗ്ലോണിമ ചെയ്തിട്ട്. ഇവിടെ ടർട്ടിൽ വൈനുണ്ട്. ഇവിടെ അത് കിളികളൊക്കെ വന്ന് നാശാക്കിയിടുന്നത്. അവർ കൂട് കൂട്ടാൻ വരും. അപ്പോൾ അതിൽ കാക്ക വന്നിട്ട് അത് നാശാക്കും. അപ്പോൾ അത് കാക്കകൾ വന്നിട്ട് ആ കൂട് നാശാക്കുമ്പോൾ നമ്മളെ ചെടി നാശമാകും. പിന്നെ ഇവിടെ ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് നല്ലൊരു പിന്നെ നല്ല മൊട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് മൊട്ടുകൾ ഓർക്കിഡ് വരുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ പൂവിടാനായിട്ടോ. നമ്മളതിങ്ങനെ അതിനുള്ള വളമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലത് ഇവിടെ ഒരു മുട്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്നുണ്ടാവുന്നുണ്ട്. ഇത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ പറിച്ച് നട്ടതാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതിങ്ങനെ ഈ നമ്മൾ താഴ്ത്തി വെക്കുക. ഈ വേരുള്ള നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊരു തൈ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇപ്പോൾ ഇത് വേറെ പിന്നെ ഓർക്കിഡ് വെച്ചിട്ട് പോയതാണത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, ഈ വേരിങ്ങനെ താഴ്ന്ന് നിൽക്കാനുള്ളൊരു സൗകര്യം അതിന് ഒരുക്കി കൊടുക്കുക. അത് കണ്ടില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ചകിരി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ചകിരി വെക്കുക. പിന്നെ ഈ കരിക്കട്ടകളൊക്കെ ഉള്ളതൊന്ന് നമ്മളതിൻ്റെ അടുത്തേക്കൊന്ന് പിന്നെ ആക്കി കൊടുക്കണം. ഇതിന് വല്ലാതെ പ്രത്യേകിച്ചൊരു പിന്നെ വേറെ ഒന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ. അത് കയ്യിലങ്ങനെ പിടിച്ചോളൂ. ഇതും അങ്ങനെ നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഓരോരോ പിന്നെ തൈകളിങ്ങനെ കിട്ടുമ്പോൾ അത് മാറ്റി നടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കണ്ട് പിന്നെ ഈ ഇല്ലാത്ത പിന്നെ ചട്ടികളിലേക്ക് അത് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബിഗോണിയ അത് നമ്മൾ പിന്നെ ചട്ടിയിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചട്ടിയിൽ പിന്നെ അത് തൂക്കുകെട്ടിയിലാണ് ബിഗോണിയ ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ പിന്നെ അഗ്ലോണിമയാണ് വെച്ചിട്ടുള്ളത്. ഈ അഗ്ലോണിമ സിറ്റ് ഔട്ടിൽ വെക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പിന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത് നല്ല കെയറും ചെയ്യണം കേട്ടോ. എന്നാലേ അത് നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അഗ്ലോണിമ കാണാൻ ഭംഗിയോട് കൂടെ തന്നെ നമ്മൾ നല്ല കെയറും വേണം അതിന്. നല്ല കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നല്ല വളം ചെയ്യണം. എന്നാലേ ഈ ഇത്ര ഒരു പ്രസരിപ്പോടെ അത് വളരുള്ളൂ. അപ്പോൾ സിറ്റ് ഔട്ടിൽ വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് അത് ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുക, അകത്ത് വെക്കുക. അതൊക്കെ ഒരു വലിയൊരു പണിയാണ്. നമ്മൾ ഈ ചെടീൻ്റെ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു
പിന്നെ അത്ര ഒരു പണിയായിട്ട് തോന്നില്ല. പക്ഷേ ഇത് നമ്മൾ എന്നും നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് ഓരോ ചെടീൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി നമ്മളത് ശരിക്കും നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു ചെടീൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇത് ഇവിടെ CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റ് നമ്മൾ അകത്താണ് വെച്ചിരുന്നത്. അകത്ത് വെച്ചിട്ട് അതിനൊരു പ്രശ്നം പറ്റിയപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ആക്കിയത്. അപ്പോൾ വീണ്ടും ശരിയാവുന്നുണ്ട് കേട്ടോ. അകത്ത് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ അതിന് സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പുറത്തേക്ക് മാറ്റിയത്. പിന്നെ അത് കണ്ടില്ല, നമ്മൾ ഈ ഓർക്കിഡൊക്കെ പോട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഓരോരോ പീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ആ ചട്ടിയിൽ വെച്ചപ്പോൾ അത് ഉണ്ടാവുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ ഒരു പീസ് നമ്മൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. അതൊക്കെ ഒരു ചട്ടിയിൽ വെറുതെ അവിടെ വെച്ചാൽ അതങ്ങനെ ഉണ്ടായിക്കോളും. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് നമ്മളൊരു വളം കൊടുക്കൊന്നും വേണ്ട, ഇവിടെ നനച്ച് കൊടുത്താൽ മതി. തൈകളുണ്ടാകുമ്പോൾ നമുക്ക് പിരിച്ച് നടാനോ. ഇത് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട സ്റ്റെമ്പുകളായിരുന്നു. അതൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് നമുക്കതിൽ തൈകൾ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന് ഇതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടികളുണ്ടായപ്പോൾ അതിലങ്ങോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഒരു തൈ കിട്ടി. ഇതിനും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട സ്റ്റെമ്പുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഈ തണ്ടുകളൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട. ഇതിലൊക്കെ നമുക്ക് തൈകൾ കിട്ടും, പുതിയ തൈകൾ കിട്ടും. ഇതിലൊക്കെ കണ്ടില്ല തൈകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉണങ്ങിയ തണ്ടുകളും ഉണങ്ങിയതെന്ന് നമുക്ക് തോന്നും, പക്ഷേ പച്ചപ്പ് ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് പുറത്ത് കളയാതെ നമുക്കത് ചട്ടികളിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു തൈയായിട്ട് കിട്ടും. ഇത് നമ്മൾ വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറിനൊരു മാറ്റം വന്നപ്പോൾ നമ്മൾ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ചെടീൻ്റെയും മാറ്റം നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതൊരു നല്ലൊരു കളറാണ്. ഇതിന് വെയിൽ കൊണ്ടിട്ടൊരു വെള്ള കളറ് ഷെയ്ഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കളറിലേക്ക് അത് മാറും കേട്ടോ. അതുവരെ നമ്മൾ ഇതിവിടെ വെക്കും. ഇത് അകത്ത് വെക്കാനൊക്കെ പറ്റിയ ഇൻഡോർ ആക്കിയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാർ ഷെഡ് അങ്ങനെ ഒഴിഞ്ഞ് വെയിൽ അധികം പറ്റാത്ത സ്ഥലത്തൊക്കെ നമുക്കിത് മാറ്റി നടാം കേട്ടോ, മാറ്റി വെക്കാം. നമ്മൾ വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ ഇതിൻ്റെ വളർച്ച വലിയ പ്രശ്നമാകും. പിന്നെ ഈ അഗ്ലോണിമൊക്കെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഈ പൂവ് ഇങ്ങനെ വരുന്നില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ കളയണം കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത് അങ്ങനെ നിറച്ചങ്ങനെ ഒരു മുരടിച്ച മാതിരി നിൽക്കും. അപ്പോൾ നമ്മൾ ആ പൂവ് ഉണ്ടാകാനാക്കരുത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മളൊരു 90 രൂപക്കാണ് ഇത് വാങ്ങിയത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇല തൂർന്നുണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ വെയിൽ കൊള്ളാത്ത ചെടിയാകുമ്പോൾ നമ്മൾ അതിന് നല്ല കെയർ കൊടുക്കണം കേട്ടോ. അതിൻ്റെ തണൽ ശരിക്കും അത്യന്താപേക്ഷിതമാണ്. ഈ അഗ്ലോണിമയ്ക്ക് തണൽ എന്നുള്ളത്. എന്നാൽ വെയിൽ സൂര്യപ്രകാശം കിട്ടും വേണം. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാർ ഷെഡിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ, സൂര്യപ്രകാശം കിട്ടും ചെയ്യും, എന്നാൽ വെയിൽ അധികമായിട്ട് ആവില്ല. അതുപോലെ നിൽക്കണ ഇനി കുറച്ചൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഇനി വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് സൂര്യപ്രകാശം എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ്. നമ്മൾ മനുഷ്യന്മാർക്കുള്ളതുപോലെ തന്നെ സൂര്യപ്രകാശം ചെടികൾക്കും അത്യാവശ്യമാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒഴിവാക്കും, അതിന് സൂര്യപ്രകാശം ഒന്നും വേണ്ട. അത് തെറ്റായ ഒരു ധാരണയാണ് കേട്ടോ. സൂര്യപ്രകാശം എല്ലാ ചെടികൾക്കും വേണം. സൂര്യപ്രകാശം ഇല്ലാതെ ഒരു ചെടിയും വളരില്ല. അത് ഇൻഡോർ പ്ലാന്റ് ആണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, ഇത് ഓർക്കിഡിൻ്റെ ഒരു കൊലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത്. ഓർക്കിഡ് നമുക്കിങ്ങനെ കുറച്ച് മുകളിലായതുകൊണ്ട് നമുക്കത് അത്ര ഒരു കാണുന്നില്ല കേട്ടോ. അത് താഴ്ത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നല്ല ഒരു കളറാണ് കേട്ടോ. അത് നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചാൽ ഇത് 10-20 ദിവസം അങ്ങനെ നിൽക്കൂട്ടത്. ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നല്ല കളറും ഉണ്ട്, നല്ല
ഒരുപാട് ദിവസം ഈ പൂവ് ഇങ്ങനെ നിൽക്കട്ടെ വാടാതെ. അതാണ് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ഈ പൂക്കളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം. ഓർക്കിഡിന് അതിനുള്ള കെയറും വേണം കേട്ടോ. നമ്മൾ ഇതേമാതിരിയുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ അടിച്ചിട്ടാണിത് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റാൻഡ് ഇങ്ങനെ പിന്നെ ഇടയിൽ നമ്മളൊരു കമ്പി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും കൂടി താഴ്ത്തിയിട്ട് വേണമെങ്കിൽ കൊടുക്കാതെ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. നമുക്ക് ഇനി റിപ്പോർട്ട് ചെയ്യാനാകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ് നമ്മളത് അങ്ങനെ കൊടുത്തില്ല. ഇനിയിപ്പോൾ അടിയിലേക്ക് നമുക്ക് തൈകളാവുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പും കൂടി നമ്മൾ താഴ്ത്തി കൊടുക്കും കേട്ടോ. ഇത് കുറച്ച് മേലോട്ടാക്കും ചെയ്യും ഈ പിന്നെ നടുവിലുള്ളത്. എന്നാലേ നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ ഇതിങ്ങനെ വളർന്ന് വരുമ്പോൾ ഈ ഓർക്കിഡിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ചട്ടിയിൽ നിന്ന് മറ്റേ ചട്ടിക്ക് വേരുകൾ ഇങ്ങനെ വരും. ഇങ്ങനെ ഈ വേരുകൾ ഇങ്ങനെ നമ്മൾ അധിനിവേശം നടത്തുമ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വേരുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വിടണം. അല്ലെങ്കിൽ നമുക്കിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി മാറുന്നത്. അതയിമ ഇങ്ങനെ ചുറ്റി പടർന്ന് ആ ചട്ടിയിൽ ചുറ്റി പടർന്ന് നമുക്കത് മറ്റേതിൽ നിന്നത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് ഫുള്ള് പൊട്ടിപ്പോവുകയും അങ്ങനെ നല്ലൊരു വിഷയമാവും അത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഓരോ വേര് വരുന്നത് നമ്മളിത് മാറ്റി കൊടുക്കണം. ഇതുകൊണ്ടില്ല, ഇതിൻ്റെ ഈ വേരൊക്കെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഓരോരോ ശ്രമത്തിലാണ്. അപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും, ഞാൻ എന്നും 4 മണിക്കാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. എല്ലാ ദിവസവും 4 മണിക്ക് എൻ്റെ വീഡിയോ വരും. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് മറുപടി തരണോ, വീഡിയോയിൽ വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ നീട്ടിക്കൊണ്ടുപോകണില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.